ഇവിടെ ഭൂരിപക്ഷം ഇല്ലാത്ത ചില പഞ്ചായത്തുകളിൽ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ആളിനെ നിർത്തിയിട്ടുണ്ടല്ലോ. നിങ്ങളത് പോയി തിരക്കിയാൽ മതി. ഭൂരിപക്ഷം ഇല്ല. 24 അംഗങ്ങളുള്ള ഒരു പഞ്ചായത്തിൽ അവർക്ക് 11 മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പഞ്ചായത്തിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. ഞങ്ങളൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്, ആദർശപരമായ നിലപാടാണ്. ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് മാറുന്ന പ്രശ്നവും ഇല്ല. ഞങ്ങളത് കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്യും. കുമരകത്തെ വല്ലാത്ത ക്ഷതമായിപ്പോയി എന്ന് തോന്നുന്നു എനിക്ക്. അവർക്ക് ഇല്ലേ, ഭയങ്കര ക്ഷീണമായിപ്പോയി. എത്ര വർഷമായി കുമരകം ഞങ്ങൾക്ക് കിട്ടിയിട്ട്? എത്ര വർഷമായി? 45 കൊല്ലമായി കിട്ടാത്തൊരു സ്ഥലത്ത് അങ്ങനെയല്ലേ വന്നത്. ആ കുമരകം മാത്രമല്ല, ഈ കോട്ടയം ജില്ലയിലെ മൊത്തം ഒന്ന് എടുത്തു നോക്കണം. എല്ലാം പോയില്ലേ, പാലായും പോയില്ലേ, എല്ലാം പോയില്ലേ. പിന്നെ എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കാനും ഞങ്ങളെ കുറ്റം പറയാനും നടക്കുന്നത്? ഇവർ പറഞ്ഞു നടന്നതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ. ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ട്, ബ്ലോക്ക് ഇവിടെ ഭാരവാഹികളുണ്ട്. ഈ കോട്ടയത്ത് എന്തെല്ലാം പ്രക്ഷോഭണം നടത്തിയത് മുനിസിപ്പാലിറ്റിക്കെതിരായിട്ട്. നാളുനീളെ പദയാത്ര നടത്തിയില്ലേ, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ, എന്നിട്ട് വലിയ കുറ്റപത്രമായിട്ട് നടന്നില്ലേ. ഞാൻ ചോദിച്ചു, ജനങ്ങളിൽ എന്ത് ഇഫക്റ്റാണ് ഉണ്ടാക്കിയത്? കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റ് പോലും അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനേക്കാൾ വളരെ താഴോട്ട് പോയി. ഇതാണ് ഞാൻ പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ പുനർചിന്തനം നടത്താൻ പോകുന്നു എന്നാണ് ഞാൻ കേട്ടത്. അവർ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുന്നുണ്ട്, താഴത്തെ കമ്മിറ്റികൾ കൂടുന്നുണ്ട്. അവർ പുനർചിന്തനം നടത്തി യഥാർത്ഥ പോയിന്റിൽ എത്തും എന്ന് വരികിൽ നല്ലത്, അത് അവർക്ക് നല്ലത്. എന്തോ അതല്ല, BJP-യുടെ പിന്തുണ വേണ്ടെന്ന് നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അവർ സ്വതന്ത്രരല്ലേ. ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്വതന്ത്രനായി വന്ന ഒരാളാണ്. അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ LC സെക്രട്ടറി അല്ലേ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപി അല്ലേ, മാർക്സിസ്റ്റ് പാർട്ടി. എങ്ങനെയാണ് അദ്ദേഹം ആ നിലയിലോട്ട് പോയി? എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എങ്ങനെയാണ് അദ്ദേഹം ആ പാർട്ടിയുടെ ചിഹ്നം വിട്ടിട്ട് അദ്ദേഹം എങ്ങനെയാണ് പോയത്? 40-45 കൊല്ലക്കാലമായി കഷ്ടപ്പെട്ട വയലേലകളിൽ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഗോപിയാണ് ആ പാർട്ടിയോട് യാത്ര പറഞ്ഞു പോയത്. നിങ്ങളൊരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ലല്ലോ. ഒരു നിമിഷം ആലോചിക്കട്ടെ, എന്തുകൊണ്ട് ഗോപിയെ പോലുള്ള ആളുകൾ വിട്ടുപോകുന്നു? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തിയോട് കൂടി പ്രയത്നിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് നഷ്ടപ്പെടുന്നു? ഇവിടെ നമ്മുടെ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ വീടിൻ്റെ പടിക്കൽ പോലും ഞങ്ങളാണ് ജയിച്ചത്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഞങ്ങൾ അതിൻ്റെ പേരിൽ ആരെയും അപമാനിക്കുന്നില്ല. ഓരോ സ്ഥലവും വേണമെങ്കിൽ ഞാൻ എടുത്തു പറയാം. പക്ഷെ പറയുമ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട അഫക്റ്റഡായിട്ടുള്ള നേതാക്കന്മാരെക്കുറിച്ച് കൂടി ഞാൻ പറയേണ്ടി വരും. അത് പറഞ്ഞ് ആക്ഷേപിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല. നീണ്ടൂർ രക്തസാക്ഷികളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഉണ്ടല്ലോ. ആ രക്തസാക്ഷി മണ്ഡപയിരിക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് ജയിച്ചത്. നിങ്ങൾ തർക്കിക്കൂ. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഈ അറിയപ്പെടുന്ന ആളുകൾ ഇറങ്ങി, പക്ഷേ അറിയപ്പെടാത്ത പരശതം ആളുകൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം എന്ന് അറിയാനുള്ള വിനയം ഞങ്ങൾക്കുണ്ട് എന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. 2010 ഇദ്ദേഹം കുമരകത്തെ നേതാവ് CPM കൗൺസിലർ വിമതനായി മത്സരിച്ച ആൾ അന്ന് പുറത്താക്കിയതാണെന്നാണ് CPM പറയുന്നത്. പൂർവ്വകാല പ്രാബല്യത്തോടു കൂടി പുറത്താക്കിയതാണെന്ന് അവരെന്തെങ്കിലും ഞാൻ പറയാം. ഞാൻ ഇന്നലെ ആരോ പറഞ്ഞു, നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ജനങ്ങൾ സഹകരിച്ചാൽ ജയിക്കും. പക്ഷെ മറ്റവരെ കൊണ്ട് പരാജയം സമ്മതിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അതാണ് ഇപ്പം നടക്കുന്നത്. അവർ പരാജയം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തേ ഇല്ല, പിന്നെയും തർക്കിച്ചുകൊണ്ടിരിക്കും. നേരം വെളുക്കുന്നവരെ തർക്കിക്കും, ഒരു നൂറ്റാണ്ട് മുഴുവൻ തർക്കിക്കും. അതൊക്കെ അവരുടെ സ്ഥിരം പല്ലവിയും സ്ഥിരമായിട്ട് നടത്തുന്ന നടപടികളുമാണ്. ഞങ്ങൾക്കത് വിരോധമില്ല. ഒരു പാർട്ടി ഞങ്ങൾ തോറ്റേ എന്ന് പറഞ്ഞ് ഈ വഴിയെ നടക്കണം എന്നൊന്നും ഞങ്ങളവരെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകണം. ഇവിടെ നടക്കുന്ന സംഭവം എന്താണ് എന്നതിനെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടണം. ഇപ്പോഴും ബോധ്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവരോട് എന്താ പറയുന്നത്? നമസ്കാരം എന്നല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? കുമരകത്ത് അല്ല, ഞാൻ പറയും കുമരകം മാത്രമല്ല, മൊത്തത്തിൽ 1000-ഓളം പഞ്ചായത്തുകളുടെ കേസ് ഉണ്ടല്ലോ. ഞങ്ങൾ എടുക്കുമ്പോൾ മൊത്തമല്ല ഞങ്ങൾ എടുക്കുന്നത്. ഞാൻ തിരിച്ചാണ് ചോദിച്ചത്. കുമരകത്തുള്ള പാർട്ടിയുടെ ഒരു സഖാവ് ജീവിതം മുഴുവൻ ആ പാർട്ടിക്ക് വേണ്ടി നിക്ഷേപിച്ചതിന് ശേഷം
എങ്ങനെയാ പാർട്ടിയുടെ പടിയിറങ്ങി എന്നതിനെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ പടിയിറങ്ങി വന്നയാളിനെ പിടിച്ചെടുത്ത് ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഫീസിനകത്ത് കൊണ്ട് സമർപ്പിക്കുക എന്ന കടമയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരിൽ നിന്ന് കൂറുമാറ്റാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ അവിടെ നിന്ന് പടിയടച്ച് പോന്നിട്ടുള്ള ഒരാളിനെ തിരിച്ച് പിടിച്ച് അവിടെ കൊണ്ട് സമർപ്പിക്കാനുള്ള ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല.